ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വെൽത്തി ലൈഫിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് നമ്മൾ കവർ ചെയ്യുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 1000% റിട്ടേൺ തന്ന ബജാജ് ഗ്രൂപ്പിലെ ഒരു സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട് ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിനെക്കുറിച്ചും ഈ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷനുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്. ചാനലിൻ്റെ സൈഡിൽ നിന്നും സ്വിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിന് വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ബജാജ് ഗ്രൂപ്പിലെ ബജാജ് ഹെൽത്ത് കെയർ എന്ന കമ്പനിയാണ് 27 ജൂലൈ 2021 സ്റ്റോക്ക് സ്പ്ലിറ്റുമായി സംബന്ധിച്ച ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയത്. 27 ജൂലൈ 2021 എക്സ്ചേഞ്ച് ഫയലിംഗ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ബജാജ് ഗ്രൂപ്പിലെ ബജാജ് ഹെൽത്ത് കെയർ എന്ന കമ്പനി 13 ഓഗസ്റ്റ് 2021 കമ്പനിയുടെ സ്റ്റോക്ക് സ്പ്ലിറ്റുമായി ബന്ധപ്പെട്ട കൂടുതൽ ഇൻഫർമേഷൻസ് പുറത്തുവിടും എന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കമ്പനിയുടെ സൈഡിൽ നിന്നും സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉണ്ടാകും എന്നുള്ളൊരു അറിയിപ്പ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ സ്റ്റോക്ക് സ്പ്ലിറ്റിൻ്റെ റെക്കോർഡ് ഡേറ്റ് അതുപോലെ തന്നെ സ്റ്റോക്ക് സ്പ്ലിറ്റ് റേഷ്യോയെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് നമ്മൾക്ക് 13 ഓഗസ്റ്റ് 2021 അറിയാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ കമ്പനിയുടെ Q1 റിസൾട്ട് നമ്മൾക്ക് 13 ഓഗസ്റ്റ് 2021 അറിയാൻ സാധിക്കും. 1993 എസ്റ്റാബ്ലിഷ്ഡ് ആയ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വളർച്ചാ സാധ്യതയുള്ള ഒരു മിഡ് ക്യാപ് കമ്പനിയാണ് ബജാജ് ഹെൽത്ത് കെയർ എന്ന കമ്പനി. ഈ കമ്പനി ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻറ്റഗ്രീഡിയൻസ്, അമിനോ ആസിഡ്, ന്യൂട്രീഷണൽ സപ്ലയൻസ് തുടങ്ങിയവയാണ് മാർക്കറ്റിൽ സെയിൽ ചെയ്യുന്നത്. സ്റ്റോക്കിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ 1301 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഒരു സ്മാൾ ക്യാപ്പ് സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 942 രൂപയാണ്. ഓൾ ടൈം ഹൈ നോക്കുകയാണെങ്കിൽ 1024 രൂപയുടെ 52 വീക്ക് ഹൈ ആണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 52 വീക്ക് ഹൈയിലേക്ക് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ഈ സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈ എന്ന ലെവലിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സ്റ്റോക്കിൻ്റെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ 15.6 ആണ്. അതായത് ഈ സ്റ്റോക്ക് വളരെ ചീപ്പ് വാല്യൂഷനിൽ അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കാം. ഡിവിഡൻഡ് ഈൽഡ് നോക്കുകയാണെങ്കിൽ നെഗ്ലിജിബിൾ ഡിവിഡൻഡ് ഈൽഡാണ്. റിട്ടേൺ റേഷ്യോ നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ ROCE 38%വും റിട്ടേൺ ഓൺ ഇക്വിറ്റി 40%വുമാണ്. അതായത് റിട്ടേൺ റേഷ്യോസ് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള റിട്ടേൺ റേഷ്യോ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയാണ്. സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1 മന്തിൽ ഈ സ്റ്റോക്ക് 16% റിട്ടേണും, 3 മന്തിൽ ഈ സ്റ്റോക്ക് 85% റിട്ടേണും, 6 മന്തിൽ ഈ സ്റ്റോക്ക് 91% റിട്ടേണുമാണ് തന്നത്. അതായത് ഷോർട്ട് ടൈം പാരാമീറ്റേഴ്സ് എല്ലാം നോക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിലുള്ളൊരു റിട്ടേൺ ജനറേറ്റ് ചെയ്ത സ്റ്റോക്ക് തന്നെയാണ്. ലോങ് ടൈം പാരാമീറ്റേഴ്സ് നോക്കുകയാണെങ്കിൽ 5 വർഷം കൊണ്ട് ഈ സ്റ്റോക്ക് 838% റിട്ടേണും, 3 വർഷം കൊണ്ട് 125% റിട്ടേണും, 2 വർഷത്തിൽ 388% റിട്ടേണുമാണ് തന്നത്. അതായത് കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രൈസ് മൊമെൻറ്റം അല്ല ഈ സ്റ്റോക്കിലുള്ളത്. പകരം കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് തന്നെയാണിത്. സ്റ്റോക്കിൻ്റെ സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും അതുപോലെ തന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയും നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പാരാമീറ്റേഴ്സാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് കമ്പനിയുടെ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 5 വർഷത്തിൽ 24% സെയിൽസ് ഗ്രോത്തും, 3 വർഷത്തിൽ 26% സെയിൽസ് ഗ്രോത്തും, ഈ വർഷത്തിൽ 60% സെയിൽസ് ഗ്രോത്തുമാണ് ഈ കമ്പനി അച്ചീവ് ചെയ്തത്. പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തിൽ 35% പ്രോഫിറ്റ് ഗ്രോത്തും, 5 വർഷത്തിൽ 59% പ്രോഫിറ്റ് ഗ്രോത്തും, 3 വർഷത്തിൽ 76% പ്രോഫിറ്റ് ഗ്രോത്തും, ഈ വർഷം 270% പ്രോഫിറ്റ് ഗ്രോത്തുമാണ് കമ്പനി അച്ചീവ് ചെയ്തത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ 5 വർഷത്തിൽ 22% ROEയും, 3 വർഷത്തിൽ 26% ROEയും, ലാസ്റ്റ് 1 വർഷത്തെ റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിൽ 41%വുമാണ്. അതുകൂടാതെ കമ്പനിയുടെ ഓരോ ക്വാർട്ടറിലെയും പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടെയും നമ്മൾക്ക് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് 2012 മുതൽ 2021 വരെയുള്ള കമ്പനിയുടെ സെയിൽസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഓരോ ക്വാർട്ടറിലും കമ്പനിയുടെ സെയിൽസ് വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. 2012 മാർച്ച് മാസത്തിൽ ഏകദേശം 142 കോടി രൂപയുടെ സെയിൽസ് ഉണ്ടായിരുന്ന ഈ കമ്പനി 2021 മാർച്ച് മാസമായപ്പോൾ 657 കോടി രൂപയുടെ സെയിൽസിലേക്ക് എത്തി. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ 11 കോടിയിൽ നിന്നും ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 136 കോടിയിലേക്ക് എത്തുകയും ഓപ്പറേറ്റിംഗ് മാർജിൻ 8% നിന്നും 21% എത്തുകയും ചെയ്തു. കമ്പനിയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് നോക്കുകയാണെങ്കിൽ 2012 മാർച്ച് മാസത്തിൽ 1 കോടി രൂപയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ഉണ്ടായിരുന്ന കമ്പനി ഇപ്പോൾ 119 കോടി രൂപയുടെ പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആണ് ജനറേറ്റ്
ചെയ്യുന്നത്. നെറ്റ് പ്രോഫിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അതായത് 2012 മാർച്ച് മാസത്തിൽ 1 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ 2021 മാർച്ച് മാസമായപ്പോൾ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 83 കോടിയായി മാറിയിട്ടുണ്ട്. EPS നോക്കുകയാണെങ്കിലും 60 രൂപ 23 പൈസ പെർ ഷെയർ എന്ന റേറ്റിലുള്ള ഒരു ഹെൽത്തി EPS തന്നെയാണ് ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിലും ഈ ഫണ്ടമെൻ്റൽ പാരാമീറ്റേഴ്സിൻ്റെ സ്ട്രെങ്ത് നമ്മൾക്ക് മനസ്സിലാകും. അതായത് 2012 മാർച്ച് മാസത്തിൽ വെറും 27 കോടി രൂപയുടെ റിസർവ് ഉണ്ടായിരുന്ന ഈ കമ്പനിയുടെ ഇപ്പോഴത്തെ റിസർവ് 245 കോടിയാണ്. അതോടൊപ്പം തന്നെ ബോറോവിങ്സ് നോക്കുകയാണെങ്കിൽ ഏകദേശം 168 കോടി രൂപയുടെ ഡെപ്റ്റ് ഈ കമ്പനിക്ക് മുകളിലുണ്ട്. അതായത് കമ്പനിയുടെ റിസർവ്സിനകത്തുള്ളൊരു ഡെപ്റ്റ് ആയതിനാൽ കമ്പനിയുടെ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ തന്നെയാണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഈ കമ്പനിയുടെ കഴിഞ്ഞ ക്വാർട്ടറിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു കാണാൻ സാധിച്ചത്. നെറ്റ് പ്രോഫിറ്റിൽ 69% വർധനവും നെറ്റ് സെയിൽസിൽ 11.54% വർധനവുമാണ് കഴിഞ്ഞ ക്വാർട്ടറിലും ഈ കമ്പനി പുറത്തുവിട്ടത്. ബജാജ് ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിൻ്റെ ടെക്നിക്കൽ അനാലിസിസിലേക്ക് കടക്കാം. ടെക്നിക്കൽ അനാലിസിസിൻ്റെ ഭാഗമായി ഡെയിലി ചാർട്ട് പാറ്റേണാണ് ഇവിടെ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റോക്ക് റീസെൻ്റ്ലി 1000 രൂപ എന്ന റേഞ്ചിലേക്ക് എത്തിയപ്പോൾ അവിടെ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ വളരെ വലിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. അതിൻ്റെ ഫലമായി സ്റ്റോക്കിൻ്റെ മണി ഫ്ലോ ഇൻഡെക്സും അതുപോലെ തന്നെ RSIയും ഓവർബോട്ട് സോണിൽ നിന്നും 60 എന്ന റേഞ്ചിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. സ്റ്റോക്ക് ഇപ്പോൾ അതിൻ്റെ 20-ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ 900 രൂപ എന്ന റേഞ്ചിനും മുകളിലാണ്. അതായത് എല്ലാ മൂവിംഗ് ആവറേജസിനും മുകളിലാണ് ഈ സ്റ്റോക്കിൽ ഇപ്പോഴും ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിൽ സ്റ്റോക്ക് സ്പ്ലിറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അനൗൺസ്മെൻറ്റ് ഉണ്ടായപ്പോൾ ഇൻട്രാഡേയിൽ നമ്മൾക്ക് ഏകദേശം 3% പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചു. എൻഡ് ഓഫ് ദ ഡേ മാർക്കറ്റിൽ വന്നിരുന്ന കറക്ഷൻ ഈ പ്രൈസ് ഹൈക്കിനെ ന്യൂട്രലൈസ് ചെയ്യുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിലും അവിടെ ഒരു ഫ്ലാറ്റ് റെസ്പോൺസ് ആണ് നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 60%-ലേറെ സ്റ്റേക്കുകൾ പ്രൊമോട്ടേഴ്സിൻ്റെ കയ്യിലും 30%-ലേറെ സ്റ്റേക്കുകൾ പബ്ലിക്കിൻ്റെ കയ്യിലുമാണ്. അതായത് ഈ സ്റ്റോക്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രസൻസ്, പ്രത്യേകിച്ചും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രസൻസ് നമ്മൾക്ക് കാണാൻ സാധിക്കില്ല. സ്റ്റോക്ക് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിസ്ക് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്, ഒന്ന്, ഈ കമ്പനിക്ക് മുകളിൽ ഡെപ്റ്റ് ഉണ്ട്. രണ്ടാമത്, ഇത് വളരെ ഒരു സ്മോൾ ക്യാപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പ്രത്യേകിച്ചും BSEയിൽ മാത്രം ലിസ്റ്റഡ് ആയ ഏകദേശം 1300 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പ് മാത്രമുള്ള ഒരു സ്മാൾ ക്യാപ്പ് സ്റ്റോക്ക്. അതോടൊപ്പം തന്നെ ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രസൻസ് ഇല്ല എന്നതും ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു നെഗറ്റീവ് ഫാക്റ്റാണ്. സ്റ്റോക്കിൻ്റെ പോസിറ്റീവ് ഫാക്റ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫാർമ സെക്ടറിലെ ഏറ്റവും ഗ്രോത്ത് ഉള്ള കമ്പനിയാണ്. അതോടൊപ്പം തന്നെ റിട്ടേൺ റേഷ്യോസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എക്സലൻ്റ് റിട്ടേൺ റേഷ്യോയും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ വളരെയധികം സാധ്യതയുള്ള ആക്റ്റീവ് ഫാർമ ഇൻഗ്രീഡിയൻസിൽ വർക്ക് ചെയ്യുന്നതുമായ ഒരു കമ്പനിയാണ്. അതുകൊണ്ട് ഈ കമ്പനിയിൽ ഫ്യൂച്ചർ ഗ്രോത്ത് ഉണ്ടെന്ന് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം. അതായത് സ്റ്റോക്കിൻ്റെ കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റ് 13 ഓഗസ്റ്റ് 2021 വരുന്ന കോർപ്പറേറ്റ് അനൗൺസ്മെൻറ്റിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ട്രേഡ് ഓപ്പർച്യൂണിറ്റിയും അതുപോലെ തന്നെ ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂ ഈ സ്റ്റോക്കിനെ പോർട്ട്ഫോളിയോയുടെ ഭാഗമാക്കണമെന്നുള്ളവർക്ക് പോർട്ട്ഫോളിയോയുടെ ഭാഗവും ആക്കാവുന്ന സ്റ്റോക്കാണ്. സ്മാൾ ക്യാപ്പ് സെക്ടറിലെ സ്റ്റോക്ക് ആയതിനാൽ അല്പം റിസ്ക്കും അസോസിയേറ്റഡ് ആണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്